ഇന്നത്തെ ടോപ്പിക് നമ്മളെ തൊടയുടെ എല്ലിൻ്റെ ഒടിവിനെ പറ്റിയാണ്. ഫീമർ എന്ന് പറയും, ഫീമർ ഫ്രാക്ചർ. രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട് ഇതിൽ. നമ്മളുടെ ഫീമർ, അത് തൊടയുടെ എല്ലിൻ്റെ അകത്താണ് മജ്ജ ഉള്ളത്. മജ്ജയെന്നാണ് ബ്ലഡ്, രക്തം വരുന്നത്. മജ്ജയുടെ അകത്ത് കൊഴുപ്പുണ്ട്. തൊടയുടെ എല്ലൊടിയുമ്പോൾ ചില ആൾക്കാർക്ക് ആ കൊഴുപ്പ് ബ്ലഡിൽ മിക്സ് ആവും. അത് നല്ലതല്ല. ഇവരിതും പ്രശ്നം വരും. കണ്ണിലേക്കും ഹാർട്ടിലേക്കും തലച്ചോറിലേക്ക്, ബ്രെയിനിലേക്ക് രക്തോട്ടം കുറയാൻ തുടങ്ങും, കൊഴുപ്പുള്ളത് കാരണം. പിന്നെ സെക്കൻഡ് പോയിൻറ്റ് അറിയോ, ആസ് യൂഷ്വൽ ഒരു തൊടയുടെ എല്ല് ഒടിഞ്ഞാൽ നമ്മൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ലെങ്ത്, അതായത് നീളം കറക്റ്റായിട്ട് കിട്ടണം, വളയാനും പാടില്ല, തിരിയാനും പാടില്ല. സോ തൊടയുടെ എല്ല് ഒടിഞ്ഞാൽ സർജറിയാണ്, നമ്മളത് കമ്പി വെച്ച് ഉറപ്പിക്കും. ബട്ട് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ ആ കൊഴുപ്പ് സ്പ്രെഡ് ആവാൻ പാടില്ല. സോ തൊടയുടെ എല്ല് ഒടിയുമ്പോൾ ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വെറും ഒരു റോഡ് വെച്ച് ഉറപ്പിച്ചെന്ന് വെച്ചോ, നമുക്ക് നീളം കിട്ടും, ആംഗുലേഷൻ അതായത് വളയില്ല. പക്ഷേ റോഡ് മാത്രമാണെങ്കിൽ എന്താ പറ്റുക, തിരിയാനൊരു സാധ്യതയുണ്ട്. സോ അത് ഒഴിവാക്കാനാണ് റോഡിൻ്റെ കൂടെ 2 സ്ക്രൂ വെച്ച് ഉറപ്പിച്ചാൽ തിരിയില്ല. താങ്ക് യു.